മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ അരികിലേക്ക് വിളിച്ചിട്ട് പറയാണ്, സ്വഹാബാ, നിങ്ങൾ ദുആ ചെയ്യാൻ കടന്നിരിക്കുന്നൊരു സമയമുണ്ടല്ലോ. ആ ദുആ ചെയ്യാതിരിക്കുമ്പോ രണ്ടായത്തുകൾ നിങ്ങൾ പതിവാക്കണം സ്വഹാബാ. അതിൽപ്പെട്ട ഒന്നാമത്തെ ആയത്ത് ഏതെന്നറിയോ? റബ്ബനാ ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നിറഞ്ഞ മനസ്സോടെ പറയാൻ നിങ്ങൾ ദുആ രക്കണം. പക്ഷെ ദുആ ചെയ്യുമ്പോൾ റബ്ബ് ദുആ സ്വീകരിക്കാൻ ആദ്യം പറയേണ്ട റബ്ബേ എൻ്റെ കടങ്ങൾ മാറ്റണമെന്നല്ല, എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണമെന്നല്ല, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് മാറ്റണമെന്നല്ല. ആദ്യം നമ്മൾ പറയേണ്ടുന്ന റബ്ബേ ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റം ചെയ്തവനാണ്. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് തരണം, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല എങ്കിൽ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, അല്ലാഹ് നിന്റെ നരകത്തിന്റെ അഹലുകാരാകും. ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ, അല്ലാഹുവേ ഞങ്ങൾ ചെയ്തതിന്റെ ഫലമായി നിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നവരാകും. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആദ്യം റബ്ബിനോട് പറ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ. ആദ്യം റബ്ബിനോട് പറയാ, പടച്ചോനെ ഞാൻ തെറ്റുകാരനാണ്. ദുആ സ്വീകരിക്കാൻ നല്ലൊരു കാരണം സിദ്ദീഖ് തങ്ങൾ പഠിപ്പിക്കാൻ. നിങ്ങൾ പറയണം, നല്ല മനസ്സോടുകൂടിയിട്ട് എങ്ങനെ പറയണം. മാത്രമല്ല ദുആ സ്വീകരിക്കുന്ന ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് നല്ലതുപോലെ ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതല. ആ ദുആ ചെയ്തിട്ട് ഈ ആയത്ത് ഓതിയിട്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ള ഏതെല്ലാം പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങൾ മുഴുവനും നിങ്ങളുടെ റബ്ബിലേക്കെന്ന് പറഞ്ഞിട്ട് അവസാനം ദുആ നിർത്തുന്നതിന് മുമ്പ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതുപോലെ അർത്ഥവത്തായ ഒരായത്ത് എവിടെയാ ഉള്ളത്? ഒരു ദുആ എവിടെയാ ഉള്ളത്? റബ്ബനാ ഞങ്ങളെ പരിപാലിക്കുന്ന അല്ലാഹ്, ആതിനാ ഫിദ്ദുനിയാ ഹസനാ, അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് ഞങ്ങൾക്ക് നല്ലത് തരണമല്ല. ഞങ്ങളുടെ കച്ചവടത്തില്, ഞങ്ങളുടെ ഭാര്യയില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരില്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളില് എല്ലാവരിലും നല്ലതിനെ തരണേ അല്ലാഹ്. ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പോരാ റബ്ബേ, ദുനിയാവിന്റെ പുറത്ത് മാത്രം പോരാ, നാളെ നിന്റെ പടച്ചവന്റെ കോടതിയിൽ അല്ലാഹുവേ നാളെ സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന അർശിന്റെ തണല് കെട്ടുന്ന നിന്റെ ഹബീബിന്റെ ചാരത്തിരിക്കുന്ന ഒരു വഴി ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഈ രണ്ടായത്ത് നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കാൻ അതൊരു കാരണമാ. രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വൃത്തിയാണ് സ്വഹാബത്തെ. അല്ലാഹനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വിജയമുണ്ടെന്ന് പറഞ്ഞു. ആ വിജയത്തിന്റെ ഒന്ന് നിസ്കാരമാണ്, രണ്ടവിടം ദുആയാണ്. ആ ദുആ സ്വീകരിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഏതെന്നറിയോ പെങ്ങളെ? നല്ല വസ്ത്രം ധരിച്ചിരുന്ന റബ്ബിലേക്ക് ചോദിക്കലാണ്, നല്ല വസ്ത്രം ധരിച്ചിരുന്ന റബ്ബിലേക്ക് ചോദിക്കലാ. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ എന്തേ പറയുന്നത്? അള്ളാന്റെ പ്രവാചകര് പറഞ്ഞിട്ടുള്ള വസ്ത്രത്തിൽ നോക്കൂലെന്നല്ലേ, അവന്റെ വേഷവിധാനത്തിൽ നോക്കൂലെന്നല്ലേ, അവന്റെ ഖൽബിലേക്കല്ലേ പടച്ച തമ്പുരാ നോക്കുന്നത്. ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബത്തെ അതാരെ പറ്റിയാണ് പറഞ്ഞെന്നറിയോ? പാവപ്പെട്ട സ്വഹാബത്തിനെ പറ്റിയിട്ട്. പാവപ്പെട്ട സ്വഹാബക്ക് ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോയാലേ തന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ വസ്ത്രമുള്ളൂ. അതല്ലാതെ വീട്ടിന്റെ ഉള്ളിൽ എത്രയോ ദിവസങ്ങൾ വസ്ത്രം കഴിക്കാതെ, വസ്ത്രം ധരിക്കാനില്ലാതെ, അവിടെ നിന്ന് നല്ല ഒരു വസ്ത്രം ധരിച്ച് നിസ്കരിക്കാനില്ലാതെ എത്ര സ്വഹാബത്തിന്റെ ഭാര്യമാര് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വഹാബ
ഒരു കാലഘട്ടം കടന്നു വരും. നിങ്ങളെ പറ്റി അല്ല സ്വഹാബത്തെ പറയുന്നത്, നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. അമാ ഇന്നഹു സയകൂ, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അള്ളാഹു കൊടുക്കുന്ന നിഅമത്തുകള് അതേതെല്ലാം മേഖലകളിലാണോ ആ മേഖലകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോ അവർക്ക് അതിൽപ്പെട്ട ഒന്നവന്റെ സിയാബ്, അവന്റെ വസ്ത്രമാണ്. ആ വസ്ത്രം നല്ലതുപോലെ അവൻ ധരിക്കുന്ന ഒരു സമയം വരും. എപ്പോഴെന്നറിയോ? യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. സൃഷ്ടികളെ മനുഷ്യന്മാർ ഇഷ്ടം വെക്കും, സൃഷ്ടാവിനെ മറക്കും. ശരിയല്ലേ? അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും, ഈ ഇരിക്കുന്നവരെ ഒരാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ, ഒരു കല്യാണത്തിന് വിളിച്ചാൽ, അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാ, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാ വരാ. അതേസമയം നേരെ പള്ളിയിലേക്കാണെങ്കിലോ, പൊന്നാര വാപ്പമാരെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നേരെ പള്ളിയിലേക്കാണെങ്കിലോ ആ ഇട്ടുകൊണ്ട് വന്ന് ഏറ്റവും നല്ല വസ്ത്രം ഊരി വീട്ടിൽ മാറ്റിവെക്കും. എന്നിട്ട് വേറെ വസ്ത്രം എടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് വരും. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇരുന്നിട്ട് വല്ലാതെ നിലവിളിച്ചിട്ട് കരയുകയാണ്. അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുമ്പോ അദ്ദേഹം ദുആ ചെയ്യുന്നു, റബ്ബേ നീ എനിക്കൊരുപാട് സമ്പത്ത് തന്നല്ലോ, ഒരുപാട് സമ്പത്തുകൾ തന്നു, പക്ഷേ എനിക്ക് സമാധാനമില്ലല്ലോ റബ്ബേ, എനിക്ക് നീ സമാധാനം തരുമോ അല്ലാഹ്. ദുആ കഴിഞ്ഞു പോകാൻ നേരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിളിച്ചു, മോനെ നിന്റെ പ്രയാസം എന്താ? ഉടൻ തന്നെ പറഞ്ഞു, തങ്ങളെ എത്ര കൊല്ലമായി ഞാനിങ്ങനെ കരയുന്നുവെന്നറിയോ, എത്രയോ മാസങ്ങളായി കരയുന്നുവെന്നറിയോ. അല്ലാഹു എനിക്ക് ഒരുപാട് സമ്പത്തുകൾ തന്നിട്ടുണ്ട്, ആ സമ്പത്ത് കൊണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താ? മക്കളില്ലാതിരുന്ന് കരഞ്ഞ് കരഞ്ഞ റബ്ബിലേക്ക് ദുആ ചെയ്തപ്പോ അല്ലാഹു എനിക്കൊരു സന്താനത്തെ തന്നു, പക്ഷേ ആ കുട്ടി നടക്കൂല തങ്ങളെ. അവൻ നടക്കാതിരിക്കുമ്പോ അവന്റെ പ്രായമുള്ള ഒരുപാട് മക്കള് വീടിന്റെ ചാരത്തുകൂടെ ഓടി നടക്കുന്ന കാണുമ്പോ, അതുപോലെ ഉള്ള എന്റെ തങ്കക്കുടം എന്റെ വീടിന്റെ അകത്തട്ടില്, ഉപ്പാ ഇതുപോലെ എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീടിന്റെ അകത്തട്ടിൽ കഴിയുകയാണ്. എങ്ങനെയാണ് അല്ലാ എങ്ങനെയാണ് നടക്കാൻ കഴിയുന്നത്? കാല് തളർന്നിട്ടല്ലേ ഉള്ളത്. ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഒരാഴ്ചയായി നിന്നെ ഞാൻ കാണുകയാ, അല്ലാഹു നിന്റെ പൊന്നുമോന്റെ രോഗത്തിന് ശമനം തരും. നീ ഞാൻ പറയും പോലെ കേൾക്കാൻ പറ്റോ? നീ നിന്റെ വീടിന്റെ അകത്തട്ടിലേക്ക് പോയിട്ട് അല്ലാഹു നിനക്ക് തന്നതില് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, അതുമായിട്ട് മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുക, നിന്റെ റബ്ബിലേക്ക് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുക. ഓടി വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് പ്രിയപ്പെട്ടവളെ വിളിച്ചു, പെണ്ണേ ഏറ്റവും നല്ല വസ്ത്രം എടുത്ത് എനിക്ക് തരുമോ? അങ്ങനെ ഭാര്യ ഏറ്റവും നല്ല വസ്ത്രം എടുത്തു കൊടുക്കുകയാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് പോയി അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. 3 ദിവസം പോലും കഴിഞ്ഞിട്ടില്ല, തന്റെ പ്രിയപ്പെട്ട പുന്നാര മകനെ കാണാൻ കടന്നു വരുമ്പോ തന്റെ മകനെ കാണുന്നില്ലല്ലോ. ആര് എടുത്തുകൊണ്ട് പോയി റബ്ബേ? വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ ഓടുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. പരാതി പറയാൻ കടന്നു പോകുമ്പോ അവിടെ ഒരു പാവപ്പെട്ട കൊച്ചുമോൻ ഇരിക്കുകയാണ്. ആരാ പടച്ചവനെ ഇരിക്കുന്നത്? അവിടെ പെട്ടെന്ന് സിദ്ദീഖ് തങ്ങളോട് സലാം പറയുമ്പോ ഈ മകൻ അവിടെ എഴുന്നേറ്റ് ഓടി വരുന്നു. ഉപ്പയതാ
അവിടുന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. അല്ലാഹുവേ, നടക്കില്ല എന്ന് പറഞ്ഞ മകനല്ലേ എത്രയോ വൈദ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയതാണ്. പടച്ച റബ്ബേ, പൊന്നുമോ നടക്കൂലെന്നവര് വിധി എഴുതിയതാ. അവൻ നടന്നല്ല റബ്ബേ. ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, തങ്ങളെ, ഇനി ഒരു ദിവസം പോലും ഞാൻ എന്റെ വസ്ത്രം മാറ്റാതിരിക്കൂല. റബ്ബിനോട് എപ്പോ ചോദിച്ചാലും എന്റെ വസ്ത്രം നല്ല വൃത്തിയുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്നോട് പറഞ്ഞപ്പോ അതുപോലെ ഞാൻ ചെയ്തപ്പോ അല്ലാഹുവിന്റെ പൊന്നുമോന്റെ രോഗത്തിന് ശമനം കൊടുത്തല്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കിൽ സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണമല്ലോ. എത്രയോ സങ്കടത്തിന്റെ, കണ്ണീരിന്റെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, ദുരൂഹതയുടെ വഴികളിലൂടെ കടന്നു പോകുന്നവരാ നമ്മള്. എന്നെ കണ്ടാൽ എന്റെ പ്രയാസം നിങ്ങൾക്കറിയില്ല, നിങ്ങളെ കണ്ടാ നിങ്ങളുടെ പ്രയാസം എനിക്കറിയില്ല. പക്ഷേ നൂറു നീറുന്ന നൊമ്പരങ്ങളും പ്രയാസങ്ങളുമായി ഇന്നത്തെ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹ് പറഞ്ഞു ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് തരാ. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. അല്ലാഹു തന്ന ഏറ്റവും നല്ല നിഅമത്തുകളുടെ കൂട്ടത്തിലൊന്ന്, അല്ലാഹു നമുക്ക് നല്ല വസ്ത്രം തന്നല്ലോ. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് ഖിബലക്ക് മുന്നിട്ട് ഒരാൾ റബ്ബിലേക്ക് ചോദിച്ചാ അത് റബ്ബിന് ഉത്തരം കിട്ടും. അല്ലാഹു ഉത്തരം തരുന്നൊരു കാര്യമാണെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉറക്കൊന്നു പറയ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ ഓരോരുത്തരും പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ആ ഒരു വഴിയിലൂടെ കടന്നു പോകണം. ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണം. അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ റബ്ബ് നമുക്ക് ഉത്തരം തരണം. അതിനാണ് ഏറ്റവും നല്ല വൃത്തിയോടെ ഉമ്മമാരെ വീട്ടിന്റെ അകത്തട്ടിലാണെങ്കിൽ മുസല്ല വിരിച്ച് നമ്മുടെ നിസ്കാരക്കുപ്പായം ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് കഴുകിവെക്കണം. ഏതായാലും എവിടെ നമ്മൾ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കേണ്ട വലിയ വിഷയമല്ല. അങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ വൃത്തിയാക്കണം. അങ്ങനെ എന്തിന്? അള്ളാഹു എന്നെ നോക്കണം, റബ്ബ് എന്റെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിങ്ങളും അങ്ങനെ ചെയ്തിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ട്. മഹാനായ മൈമൂനത്തുൽ മിസ്തരിയ റളിയല്ലാഹു അൻഹാ ചെയ്തതുപോലെ തന്റെ അയൽവാസിക്ക് വേണ്ടി, അയൽവാസി രോഗിയായി കിടന്നപ്പോ എല്ലാ ദിവസവും വസ്ത്രം അലക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് റബ്ബിനോട് കരഞ്ഞിട്ട് ദുആ ചെയ്യും. ഓരോ വസ്ത്രം, അന്നൊരു ദിവസം നനഞ്ഞ വസ്ത്രം ഉണങ്ങിയില്ല, മഴ പെയ്തിട്ട് ഉണങ്ങാത്ത വസ്ത്രം ധരിച്ചിട്ട് പറഞ്ഞ റബ്ബേ, ഞാൻ വല്ലാതെ തണുത്ത് വിറക്കുന്നുണ്ട്, എന്നാലും പടച്ചോനെ എന്റെ അയൽവാസി രോഗിയാണ്, അതുകൊണ്ട് അവരുടെ രോഗത്തെ നീ മാറ്റണം. എന്റെ ശരീരം ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നപ്പോ നല്ല വൃത്തിയായി, എന്റെ വസ്ത്രവും ഞാൻ നല്ല വൃത്തിയാക്കി വന്നതാണ്. ഈ പാവപ്പെട്ടവളെ നീ തള്ളല്ല റബ്ബേ. അല്ലാഹു അവിടെ നിന്ന് രോഗം മാറ്റി, അല്ലാഹു സങ്കടം മാറ്റി. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദുആ. ആണ് രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പഠിച്ചുകൊള്ളുക. മനുഷ്യന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ നിദാനം അല്ലാഹുവിനോടുള്ള മഹബ്ബത്താ. രണ്ടാമത്തതോ ഇന്നലക്കെയായി പടച്ച തമ്പുരാനെ പറ്റി ഒരുപാട് പറഞ്ഞു പോയ മജ്‌ലിസാണ്, മെനഞ്ഞാന്നും ഒരുപാട് പറഞ്ഞു പോയ മജ്‌ലിസാണ്. എന്നാൽ ഇന്നിവിടെ പറയുന്ന രണ്ടാമത്തെ മഹബ്ബത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒന്ന് റബ്ബിനോട്, രണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. നബി തങ്ങളോട് എത്ര മഹബ്ബത്ത് വെക്കുന്നോ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ്. നബി തങ്ങളോട് എത്ര സ്നേഹം വെക്കുന്നോ നമുക്ക് വിജയിക്കാൻ പറ്റും. 100% ഉറപ്പാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇല്ലേ? ഓരോ സ്വഹാബത്തും ഓരോ കോലത്തിലാ സ്നേഹിച്ചിരുന്നത്. നമുക്കറിയാം, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ടിട്ട് മദീനത്തെ നബി തങ്ങൾ വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പോവാൻ, ഞാൻ ഇവിടെ നിൽക്കൂല. എന്തേന്ന് ചോദിച്ചു. ഓ ബിലാൽ തങ്ങളെ, നിങ്ങളോടെ കടന്നു പോയാൽ ഞങ്ങൾക്ക് ഇനി ആരാ അവിടെ ഉള്ളത്? ഹബീബിനെ പറ്റി ആരാ പറയുന്നത്? ആ
സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, എനിക്കെന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതെ എനിക്കിവിടെ നിന്ന് ബാങ്ക് വിളിച്ച് പൂർത്തീകരിക്കാൻ പറ്റൂല, ഞാൻ പോവാ എന്ന് പറഞ്ഞു മദീന വിട്ടു പോയത് നബി തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ടാണ്. ഹബീബ് തങ്ങൾ അവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞു എന്നൊരു വാർത്ത കേട്ടപ്പോ വിരലെടുത്ത് കണ്ണങ്ങ് കുത്തി പൊട്ടിച്ചു പോയ മനുഷ്യൻ പറഞ്ഞത്, എന്റെ റസൂലുള്ള ഇല്ലാത്ത മദീന എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞത് ഹബീബിനോടുള്ള ഇഷ്കാൻ. ഓരോരുത്തരും നബി തങ്ങളെ സ്നേഹിച്ച ഓരോ കോലത്തില് നമുക്കറിയാം. മഹാനായ സബാദ റളിയല്ലാഹു അൻഹുവിന്റെ കഥ അറിയാത്ത ഒരാളില്ല. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം സബാദ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ഞാനിവിടെ പറയല്ല. സബാദ റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് പോയിട്ട് നബി തങ്ങളെ കുത്തണമെന്ന് പറഞ്ഞത് ഹബീബിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മുത്തുനബിയോടുള്ള ഇഷ്ക് കൊണ്ടാണ്. അല്ലേ? ഉരത്തിയാ മൗലൽ ഉറൂബ ഉശ്രിയങ്ങള് യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയോനോ മൈറകൈ പേശും ജിന്നിൽ സിടകൈ പിരിശം റസൂലദാകൈ യാ നജിയല്ലാഹ് ഉദരം വല്ലാവരുത്തം ഉളവാലേ അതോ നിമിത്തം ഉള്ളം നാലതു പൊരുത്തം യാ നബിയല്ലാഹ് തരുത്തപ്പറുദൂതർ ചൊന്ന സബാദേ നീ ചൊല്ലുവതെന്ന ത്വാഹാവേ ഉങ്കൽ എന്നെ സഫദിൽ സബ്കാ ഖദ് ത്വാഹ ഉങ്കളത്തി ഖിദ്ഹാലേ ഉണ്ടു കുത്തി കവായത്ത് കൈമശത്തിൽ ആക്കിടാം നബിയേ. റസൂലുള്ളാഹിന്റെ മുമ്പിലങ്ങ് ചെന്നിട്ട് നബിയേ വടി വേണം. നബി തങ്ങൾ വടി കൊടുത്തു. കുത്താൻ വേണ്ടി ചെന്നിട്ട് പറഞ്ഞു പറ്റൂല, കമീസ് മാറ്റണം. കമീസ് മാറ്റി കൊടുത്തു. അവസാനം വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഹബീബേ ഒരു തരി പോലും എനിക്ക് വെറുപ്പില്ല, മഹബത്ത് മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ, ഇഷ്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അള്ളാന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹം വെച്ചിട്ട് ചെയ്തതാണെന്ന് മഹാനായ സബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിക്കുന്നത്, അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് പറയാ, സഹാബാ രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? അത് മുത്തുനബിയോടുള്ള മഹബത്താണ്. സഹാബാ മുത്തുനബിയോടുള്ള മഹബത്താണ്. അതൊരിക്കലും നമുക്ക് പാഴാക്കൂല, പാഴായി പോകാനും പാടില്ല. മുത്തുനബിയോടുള്ള മഹബത്ത് പാഴാക്കാനും പാടില്ല, പാഴായി പോകാനും പാടില്ല. അല്ലാഹുവേ ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഹബീബിന്റെ പൊരുത്തം കിട്ടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ പടച്ചോനെ. മനസ്സിൽ തട്ടി നിങ്ങളുടെ രാമ്യം വേണം അല്ലാഹു, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപ്പൊ അതുകൊണ്ട് മുത്തുനബിയോട് മഹബത്ത് വെക്കുക. ആ മഹബത്തിന് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പെങ്ങന്മാർക്ക് വേണ്ടി ഞാൻ ഒരു മനോഹരമായൊരു കഥ പറഞ്ഞു തരാ. സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് ഒരു പെണ്ണിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ആ പെണ്ണിന്റെ ആഗ്രഹം അല്ലാഹുവിന്റെ പ്രവാചകരുടെ അരികത്തെത്തണമെന്ന്. പക്ഷേ ആ പെണ്ണിന് നടക്കാൻ കഴിയൂല പെങ്ങളെ, നടക്കാൻ കഴിയൂല. രണ്ട് കാലുകളും അവിടെ നിന്ന് തളർന്നു പോയൊരു പെണ്ണ് എങ്ങനെയാണ് പോകുന്ന എന്ന് പോലും അറിയില്ല. ഓരോ സംഘമാളുകൾ ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് കടന്നു വരികയാ. ചോദിക്കും നിങ്ങൾ എവിടേക്കാ? അവര് പറയുന്നു മോളെ ഇലൽ മദീന, ഞങ്ങൾ മദീനത്തേക്കാണ് പോകുന്നത്, ഞങ്ങൾ മദീനത്തേക്കാണ് പോകുന്നത്. ഈ പെണ്ണവിടം കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ദുആ ചെയ്യുന്നു. പടച്ചവനെ, എന്നെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന എത്ര ആളുകളായി വര്, പക്ഷേ അവരുടെ കാലിനൊരു കുഴപ്പവുമില്ലല്ലോ, എന്റെ കാലുകൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നു. അവസാനം 12 വയസ്സുള്ള പൊന്നുമകനെ അരികത്തേക്ക് വിളിച്ചിട്ട് പെണ്ണ് പറഞ്ഞു, മോനെ
ഉമ്മാക്കൊരാഗ്രഹമുണ്ടടാ, ആ ഒരാഗ്രഹം ഉമ്മാന്റെ കുട്ടി വന്ന് സാധിപ്പിച്ചു തരാമോ? ഉടൻ തന്നെ പറഞ്ഞു, ഉമ്മാ, എന്റെ ഉമ്മ എന്ത് പറഞ്ഞാലും അതുപോലെ ഞാൻ ചെയ്യാം ഉമ്മ. അങ്ങനെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു, മോനെ, അടുത്ത ഒരു സംഘമാളുകള് മദീനത്തേക്ക് പോകുമ്പോ ഉമ്മാന്റെ കുട്ടി കൂടെ കടന്നു പോകാമോ? ഉമ്മ നിന്നെ കുളിപ്പിച്ച് ഒരുക്കി നല്ലതുപോലെ പറഞ്ഞു വിടാമെന്ന് പറയുമ്പോ സന്തോഷകരമായിട്ട് കടന്നു പോകാൻ അവിടെ നിന്ന് സന്നദ്ധനായി. അടുത്ത സംഘം ആളുകൾ വരുമ്പോ പൊന്നുമകനെ കുളിപ്പിച്ച് ഒരുക്കുകയാ. ഇഴഞ്ഞിഴഞ്ഞു പോയി പെങ്ങളെ, നടക്കാൻ 2 കാലുകൾ ഉണ്ടായിട്ട് നടക്കാൻ കഴിയുന്നില്ല. ഇഴഞ്ഞിഴഞ്ഞ് കടന്നു പോവുകയാ. പൊന്നുമകനെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് അടുത്ത സംഘം ആളുകളോടൊപ്പം മദീനത്ത് പറഞ്ഞു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മാന്റെ കവിൾത്തടത്തില് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പുന്നാര മകനങ്ങ് നടക്കുമ്പോ ഉമ്മ കൈയാട്ടി ഇങ്ങ് വിളിക്കുകയാണ്. മകനോടി ഉമ്മാന്റെ അരികത്തേക്ക് വരികയാ. ചോദിക്കുന്നു, ഉമ്മ എന്തിനാണ് എന്നെ വിളിച്ചതുമ്മ? ഉടൻ തന്നെ മകനോടുമ്മ പറഞ്ഞു, മോനെ, റസൂലുള്ളാന്റെ അരികത്തെത്തിയ ഉമ്മാന്റെ കുട്ടി എന്തേ പറയാൻ പോകുന്നത്? റസൂലുള്ളാഹിന്റെ അരികത്തെത്തിയ ഉമ്മാന്റെ കുട്ടി എന്താണ് പറയാൻ പോകുന്നത്? അവിടെ ഒന്ന് പറഞ്ഞു, ഉമ്മ പറയുമോ അതുപോലെ ഞാൻ മുത്തുനബിയോട് പറയാ ഉമ്മ. ഉമ്മ പറയുന്നു, മോനെ, ഒരുപാട് ആഗ്രഹം എനിക്കില്ല, ഒരുപാട് സന്തോഷമൊന്നും വേണ്ട. എന്റെ കിനാവിൽ ഒരൊറ്റ വെട്ടമെങ്കിലും എന്റെ റസൂലുള്ളാഹ് ഒന്ന് വരാമോ എന്ന് മുത്തുനബിയുടെ ചാരയെത്തിയിട്ട് ഉമ്മാന്റെ കുട്ടിക്കൊന്ന് ചോദിക്കാമോ? മുത്തുനബിയുടെ അരികത്തെത്തിയിട്ട് ഒന്ന് ചോദിക്കാമോ? 2 കാലുകൾ തളർന്നു പോയ ഒരു പെണ്ണ് ബഗ്ദാദിലുണ്ട്. ആ പെണ്ണിന്റെ കിനാവിൽ റസൂലേ ഒന്ന് വരാമോ എന്ന് പറയാമോ? ഉമ്മ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് തുടച്ചിട്ട് പ്രിയപ്പെട്ട പൊന്നുമോൻ അങ്ങ് നടക്കുകയാ. മകൻ അവിടെ നിന്ന് നടക്കുന്നത് ഉമ്മ ദൂരെ നിന്നിങ്ങനെ കാണുകയാ. പെങ്ങളെ ചുരുക്കി പറഞ്ഞു വരികയാണ്. അവസാനം അവിടെ നിന്ന് പൊന്നുമകൻ മദീനത്തെത്തുകയാണ്. യാ അല്ലാഹ്, ആളുകൾ പറഞ്ഞു, പൊന്നുമോനെ, ഇവിടെ അങ്ങോട്ട് മദീനയാ എന്ന് പറയുന്ന സമയത്ത് അവനവിടെ അറിയാതെ വിളിച്ചു പറയാ ഒരുങ്ങി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, യാ റസൂലല്ലാഹ്, ഇവിടെ എത്താ കൊതിച്ചൊരു പെണ്ണുണ്ട്. അതേത് പെണ്ണെന്നറിയോ? എന്റെ ഉമ്മയാണ് നബിയേ. അങ്ങനെ 17 ദിവസം മദീനത്ത് താമസിക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചു ബഗ്ദാദിന്റെ മണ്ണില് എല്ലാവരും പിരിയാവൊരുങ്ങുമ്പോ മുത്തുനബിയുടെ അരികത്ത് കുഞ്ഞുമോന് കടന്നു വന്നിട്ട് വിളിച്ചു, യാ റസൂലല്ലാഹ്, മദീന വിട്ടു പോകാ എനിക്ക് കൊതിയില്ല നബിയേ. പക്ഷേ മനസ്സ് വേദനിക്കുകയാണ്, മനസ്സ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. കാരണം എനിക്കൊരുമ്മയുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്ക് അവിടത്തെ കാണാൻ വല്ലാത്ത കൊതിയാ നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മാന്റെ കിനാവിലൊന്ന് വരാമോ നബിയേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് പൊന്നുമകൻ അങ്ങനെ നടക്കുകയാ. നടന്ന് യാത്ര കഴിഞ്ഞ് അല്ലാഹ് ബഗ്ദാദിന്റെ ബൗണ്ടറിയിലെത്തുമ്പോ പ്രിയപ്പെട്ട പുന്നാര മകനെ കാത്ത് ബഗ്ദാദിന്റെ ബൗണ്ടറിയിൽ ഒരു പെണ്ണ് കാത്തു നിൽക്കുകയാ. പെട്ടെന്ന് നോക്കുമ്പോഴാരാ? പെങ്ങളെ ചിന്തിക്കണേ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. മകൻ അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ ഇതെങ്ങനെ സാധിച്ചു ഉമ്മ? മോനെ, മുത്തുനബിയോട് നീ എന്തേ പറഞ്ഞത്? ഉമ്മ, ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാ, അതുവരെ എന്റെ കണ്ണു നിറഞ്ഞിട്ടില്ല, എന്റെ ഖൽബ് പൊട്ടിയിട്ടില്ല. പക്ഷെ എന്റെ ഉമ്മാന്റെ അരികത്തെത്തണമെന്ന് പറയുമ്പോ എന്റെ മനസ്സങ്ങ് പിടഞ്ഞു പോയി ഉമ്മ. എന്റെ ഉമ്മ പാപമല്ലേ, പാവപ്പെട്ടവരല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് കരഞ്ഞു പോയി നബിയേ. എന്റെ ഉമ്മാന്റെ കിനാവിലൊന്ന് വരാമോ നബിയേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എന്തേ ഉമ്മ ചോദിച്ചത്? അൽഹംദുലില്ലാഹ്, കണ്ടു മോനെ,
റസൂലുള്ളാഹിയെ എന്റെ കിനാവിൽ എന്റെ പ്രവാചകർ വന്നു. അല്ലാഹുവേ, കാണാൻ എത്ര രസമാണെന്നറിയോ, എന്തോ ഒരു പ്രകാശമാ. പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ എന്ന് പറഞ്ഞെഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കണ്ണിൽ നിന്നങ്ങ് മറഞ്ഞു. അല്ലാ, അന്ന് നടന്നതാണ്. പിന്നെ എന്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ പൊന്നുമോനെ. പുന്നാര മകനവിടം ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവിൾത്തടത്തിൽ മുത്തം കൊടുത്തു. ഉമ്മാന്റെ കാലിന്റെ മുട്ടുകാലിൽ ഈ കുഞ്ഞിബാലന്റെ കൈ കൊണ്ടങ്ങ് പിടിച്ചിട്ടു ദുആ ചെയ്തു. അല്ലാ, ഈ മുട്ടുകാലിന് തളത്തല്ല റബ്ബേ, എന്നോടൊപ്പം എന്റെ കൈ പിടിച്ച് വരാൻ എന്റെ ഉമ്മാക്ക് വിധി കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമോ ദുആ ചെയ്യുമ്പോ ഉമ്മ കുഞ്ഞുമോന്റെ തലയിലങ്ങ് തടകിയിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, ഉമ്മാക്കൊരാഗ്രഹമുണ്ടടാ. ഉമ്മ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഈ പൊന്നുമോൻ എന്റെ ഉമ്മയെ കൊണ്ടുപോകാ. വേണോ പറഞ്ഞോ ഉമ്മ, കാലിന് കുഴപ്പമില്ലല്ലോ എന്റെ ഉമ്മ പറഞ്ഞോ. ഉടൻ തന്നെ പുന്നാര മകനോട് ഉമ്മ പറയാ, അകലെ മദീനത്ത് ഒന്നു പോകാൻ കൊതിയാണ്, എന്റെ കൈ പീഡിച്ച് ചാരത്തായി നീയും പോകാന്. അകതാരില്ലാശയ മുത്തുതാഹാവിൻ വീടാണ്, അരിമുല്ല ഹോജാവേ ചാരത്തായി അടയാന്. ഉമ്മാക്കാരെയല്ലേ കണ്ണുനീര് തുടക്കണേ, കരളിന്റെ വേദന മാറ്റിക്കൂടെ നടക്കണേ. ഉമ്മയും മോനുമാ കൈപിടിച്ചു നടന്നില്ലേ, മുസ്തായ താഹാവിൽ ചാരത്തായി എത്തിയില്ലേ. മകനവിടം ഉമ്മാടെ കൈപിടിച്ചിട്ട് പറയുന്നു, ഉമ്മ, ഉമ്മാക്ക് മദീനത്തെത്തണോ? ഞാനുണ്ട് ഉമ്മ, കൊണ്ടുപോകാ. ഒരാൾ എന്നോടൊപ്പം വരണ്ട ഉമ്മ. 12 വയസ്സുള്ള പുന്നാര മകനങ്ങനെ പറയുമ്പോ ഈ പെണ്ണിന്റെ മനസ്സങ്ങ് പിടഞ്ഞു. മോനെ, നിനക്ക് വഴിയറിയോ? എനിക്കറിയാവുമ്മ, എനിക്കവിടെ ഈ ബഗ്ദാദിന്റെ മണ്ണിൽ വരുമ്പോ എനിക്ക് മനസ്സില്ലാതെ വന്നതാണുമ്മ. എന്റെ ഉമ്മ പോയാൽ ഒന്നുകൂടെ എനിക്ക് എന്റെ മുത്തിന്റെ മുമ്പിൽ പോകാലോ. അവിടെ നിന്ന് കൈപിടിച്ചിട്ട് ഉമ്മയും മകനുമായി നടക്കുകയാണ്. നടന്ന് 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 പോകുമ്പോ പുന്നാര മകൻ പറഞ്ഞു, ഉമ്മ, ഇവിടം മുതൽ മദീനയാണ് ഉമ്മ. ഉടൻ തന്നെ ഉമ്മാന്റെ ഖൽബങ്ങ് പിടഞ്ഞുപോയി. അല്ലാഹുവേ, എത്ര കരഞ്ഞതാ ഞാൻ. ഒരൊറ്റ വെട്ടമെങ്കിലും ഒന്ന് കാണാൻ കൊതിച്ചതല്ലേ, ഞാൻ ഇവിടെ എത്തിയതല്ലേ. അൽഹംദുലില്ലാഹ്, അത് ഞാൻ പറയാതെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അനുഭവമാണ്. പരിശുദ്ധമായ മക്കാ മുക്കറമയിൽ നിന്ന് ഉംറകൾക്ക് പോയവര്, ഹജ്ജിന് പോയവര് അവിടത്തേക്ക് എത്തുമ്പോ, മദീനയിലേക്ക് പോകുമ്പോ ബസ്സിലിരിക്കുമ്പോ അമീറുമാരായ ഉസ്താദുമാര് പറയും, ഇവിടെ അങ്ങോട്ട് നോക്കിക്കോ, അത് റസൂലുള്ളാന്റെ വെള്ളക്കൊട്ടാരത്തിന്റെ മിനാരങ്ങളാ. പെങ്ങളെ, അറിയാതെ ഖൽബങ്ങ് പൊട്ടൂല്ലേ, അറിയാതെ മനസ്സങ്ങ് പിടയൂലേ, മനസ്സ് പൊട്ടിയിട്ട് സങ്കടം ചാലിട്ടൊഴുകൂലേ. യാ റസൂലല്ലാഹ് എന്ന് പരിസരം മറന്ന് നമ്മൾ വിളിക്കൂലേ, അതുപോലെ പെണ്ണങ്ങ് വിളിച്ചു. അങ്ങനെ രണ്ടുപേരും ചെല്ലുന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ മകനോട് പറഞ്ഞു, മോൻ ഇവിടെ നിൽക്കുമോ? ഞാനൊന്ന് കണ്ണടച്ച് പിടിച്ചിട്ട് ഞാനൊന്ന് സലാമും സ്വലാത്തുകളും ചൊല്ലട്ടെ. ഉമ്മാ, എത്ര വേണോ ചൊല്ലിക്കോ ഉമ്മ. പ്രിയപ്പെട്ട പുന്നാര മകനവിടെ നിന്ന് മാറി നിൽക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോ ആരോ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി
ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെട്ടെന്ന് അവർ നോക്കുമ്പോഴെന്തേ റബ്ബേ പറ്റിയത്? അരികത്തിണ്ടായിരുന്ന മകനെ കാണുന്നില്ല. പെട്ടെന്ന് അവിടുന്ന് പ്രിയപ്പെട്ട പുന്നാര മകനെ, പെട്ടെന്ന് അവിടുന്ന് പ്രിയപ്പെട്ട പുന്നാര മകനെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട മകനെ നോക്കുമ്പോ കാണുന്നില്ല. ആളുകൾ ചോദിച്ചു, ഇതാരുടെ മകനാണ്, ഇതാരുടെ കുട്ടിയാണ്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, ഇതെന്റെ മോനാ. എന്തേ പറ്റിപ്പോയത്? ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, മോളെ, ഇന്നാ ലില്ലാഹ്, നിന്റെ പൊന്നുമോൻ വിട പറഞ്ഞു മോളെ, നിന്റെ പൊന്നുമോന് മരിച്ചു മോളെ. അല്ലാഹുവേ, മനസ്സങ്ങ് പൊട്ടിപ്പോവുകയാണ്. കൂടെ കൈപിടിച്ചുകൊണ്ട് കടന്നു വന്ന പൊന്നുമോ പരിശുദ്ധമായ മദീനത്ത് വെച്ച് മരിക്കുകയാണ്. അവിടെ നിന്ന് ഓടിച്ചെന്ന് പൊന്നുമകന്റെ പൂമുഖത്തേക്ക് നോക്കി. പെങ്ങളെ, വയസ്സ് 12 പ്രായമുള്ളൂ. പൊന്നുമകന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, മോനെ, ഇതിനാണോ എന്റെ കൈപിടിച്ച് ഇവിടെ വന്നത്? നിന്റെ ആഗ്രഹം പോലെ മദീനത്ത് കിടക്കാനാണോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാത്തിരിക്കുമ്പോ അവിടെ ഉള്ളവര് പറഞ്ഞു, മോളെ, നമുക്ക് മയ്യത്ത് കുളിപ്പിക്കണ്ടേ, മയ്യത്ത് പൊതിയണ്ടേ, കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീഇൽ വെക്കണ്ടേ. ഉടൻ തന്നെ പെണ്ണു പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞാ നിങ്ങൾ കേൾക്കോ? ഈ പൊന്നുമകനെ ഒരുപാട് കുളിപ്പിച്ചവളാഞ്ഞാൽ അവസാനമായിട്ട് എന്റെ പൊന്നുമോന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്ക് അവസരം തരുമോ? പെങ്ങളെ, പഠിക്കണം നമ്മൾ, ചിന്തിക്കണം നമ്മൾ. ഒരു പെണ്ണ് ചോദിക്കുന്നത് മകനെ സ്കൂളിൽ കുളിപ്പിച്ച് വിടാനല്ല. അല്ലാഹുവേ, മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ ചാര നിന്നിട്ട് അവിടുന്ന് പറയുന്നു, എനിക്ക് എന്റെ മകനെ കുളിപ്പിക്കാൻ അവസരം തരാമോ? അങ്ങനെ പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അവസരം കൊടുത്തു. പോയി നിന്നുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ. പെങ്ങളെ, ചിന്തിച്ചു നോക്ക്, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മക്കും ഒരു ബാപ്പക്കും ചിന്തിക്കാൻ പറ്റോ? അവിടെ നിന്ന് പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ഒരാള് വിളിച്ചു പറഞ്ഞു, മോളെ, മയ്യത്ത് കുളി കഴിഞ്ഞോ? അതേ, കുളിപ്പീര് കഴിഞ്ഞോ. ഇനി മയ്യത്ത് പൊതിയണ്ടേ? അതേ, മയ്യത്ത് പൊതിയണം. തുണി കൊണ്ട് വരട്ടെ, പൊതിഞ്ഞോട്ടെ. ഞാനൊന്ന് കൂടെ ചോദിക്കട്ടെ, അവസാനത്തെ യാത്രയാണ് എന്റെ പൊന്നുമോന്റെ, അവന്റെ മയ്യത്ത് ഞാനൊന്ന് പൊതിഞ്ഞോട്ടെ, നിങ്ങൾ എനിക്ക് അവസരം തരുവോ? എന്റെ ഉമ്മ, പ്രിയപ്പെട്ട പൊന്നുമകന്റെ മയ്യത്ത് അവിടെ നിന്ന് കുളിപ്പിച്ചു. പൊന്നുമകന്റെ മയ്യത്ത് ഒരു ഉമ്മ തന്നെ പൊതിയുകയാ. ആ രംഗമൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റോ? മയ്യത്ത് അവിടെ നിന്ന് പൊതിഞ്ഞിട്ട് അവിടെ ഉള്ള ആളുകളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ട് പറയാ, നിങ്ങൾ എന്റെ പൊന്നുമോനെ കൊണ്ടുപോകുമ്പോ അവനെ വേദനിപ്പിക്കല്ലേ. പച്ചമണ്ണാകുന്ന ഖബറിന്റെ കത്തട്ടില് എന്റെ പൊന്നുമോനെ എടുത്തു വെക്കുമ്പോ അവനെ നിങ്ങൾ മെല്ലെ വെക്കണേ എന്ന് പറഞ്ഞു പുന്നാര മകന്റെ മയ്യത്ത് കൈമാറുകയാണ്. അവര് കൊണ്ടു നടക്കുമ്പോ പെണ്ണ് പിന്നാലെ വിളിച്ചു, എന്റെ പൊന്നുമോന്റെ കുഞ്ഞുമോന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നവരെ ഒന്നു നിൽക്കാമോ? ഒരൊറ്റ പ്രാവശ്യം ഒന്ന് നിൽക്കാമോ? എന്റെ പൊന്നുമോന്റെ പൂമുഖം ഒരൊറ്റ തവണ കൂടെ എന്നെ ഒന്ന് കാണിക്കാമോ? അവിടെ നിന്ന് അതാ വയസ്സായ ഒരാള് പറഞ്ഞു, കാണിച്ചു കൊടുക്ക്. അതൊരുമ്മയല്ലേ, അതൊരുമ്മയല്ലേ? ആ പാവപ്പെട്ട പെണ്ണൊന്ന് കണ്ടോട്ടെ. ഓടി വരുമ്പോ പൊന്നുമകന്റെ തലഭാഗത്തിന്റെ അല്പമങ്ങ് മാറ്റി ആ കവിളിന്റെ ഭാഗത്തുനിന്ന് തുണിയങ്ങ് മാറ്റുമ്പോ അവിടെ നിന്ന് കൈകൊണ്ട് പൊന്നുമകന്റെ പൂമുഖത്ത് തടകിയിട്ട് പെണ്ണങ്ങ് പാടുകയാണ്. ഞാനത് മുഴുവനായി ഇവിടെ പാടുന്നില്ല. കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പറയാ, എന്തിനാണ് മോനെ, നിനക്ക് പേടിക്കാനൊന്നുമില്ലടാ. കാരണം ഇവിടെ റസൂലുള്ളാഹില്ലേ, സിദ്ദീഖ് തങ്ങളില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളില്ലേ. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി അവിടെ കിടന്നു എന്ന് പറഞ്ഞ് പൊന്നുമകനെ കൊടുത്തു വിട്ടു. അങ്ങനെ ഖബറടക്കമെല്ലാം കഴിഞ്ഞു. പാതിരാത്രി പെണ്ണിനെ കാണുന്നില്ല. അവിടെ ആളുകൾ തിരക്കി ഇറങ്ങുമ്പോ ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിൽ ഈ പെണ്ണിരിക്കുന്നുണ്ട്. ആളുകൾ ഒളിച്ചു നിന്ന് നോക്കി എന്തേ ചെയ്യുന്നത്? പൊന്നുമകന്റെ ഖബറിന്റെ അരികത്ത് പോയിട്ട് ആ മണൽ പരപ്പുകളെ മെല്ലെ തടവുകയാണ്.
ആ മണൽപ്പരപ്പുകളെ കൈകൊണ്ട് തടകിയിട്ട് പെണ്ണിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, പൊന്നാര മോന് ഉറങ്ങണം, നിന്റെ ഉമ്മ നിന്റെ അരികത്തുണ്ട്, നിന്നെ തനിച്ചാക്കി ഉമ്മ എവിടെ പോകാനാ എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടിരിക്കുകയാണ്. ആ പെണ്ണ് അവസാനം പറഞ്ഞ വാക്ക് അല്ലാ, പരിശുദ്ധരായ ഹബീബിനെ ഇഷ്ടം വെച്ചവരുമ്മയും മകനുമാണ്. അല്ലാഹുവേ, എന്റെ കുട്ടി എന്നോടൊപ്പം വന്നതാണ്, അവനെ ഇവിടെ തനിച്ചാക്കിയിട്ട് എങ്ങനാ പോവുക എന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണ് പിറ്റേ ദിവസം ആരോ വിളിച്ചു പറയുന്നു, ആ ഉമ്മയും മരിച്ചിട്ടുണ്ട്, ആ ഉമ്മയും മരിച്ചിട്ടുണ്ട്. അബൂ ഉബൈദത്തുൽ മാഹിരിയ റളിയല്ലാഹു അൻഹു ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഉമ്മാനെയും മകനെയും ഒരുമിച്ച് കബറടക്കിക്കോ, അവരവിടെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ, ഉമ്മാന്റെ കൂട്ടുണ്ടാകട്ടെ എന്നവിടെ നിന്ന് പറഞ്ഞു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പെങ്ങളെ, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം ഒന്ന് അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്, അതിൽ ഒന്ന് നിസ്കാരമാണ്, ദുആയാണ്. രണ്ടാമത്തെ കാര്യമേതാ? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഗസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൽ താഹ കഫൽ ഇൻദല്ലില്ലാഹി മുനഅമൽ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.